Hi everyone, this is me, Casac Benjali. നമ്മൾ വിജയിക്കുന്നതിൽ അത് നമ്മൾ ഹാപ്പി ആകുന്നതിൽ നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിലും ഇനി അതല്ല തൊഴിൽ ചെയ്യുന്ന ആളാണെങ്കിലും നിങ്ങൾ വിദ്യാർത്ഥിയാണെങ്കിലും വീട്ടമ്മയാണെങ്കിലും സമൂഹത്തിന്റെ ഏത് തുറയിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും ശരി, നമ്മളുടെ വിജയത്തിന്റെയും പരാജയത്തിന്റെയും പ്രധാന കാരണങ്ങളിൽ ഒന്ന് നമ്മുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ്. നമ്മൾ ഏതൊരു ലെവലിലാണ് നമ്മളുള്ളത്, നമ്മുടെ മൈൻഡ് ഏത് തലത്തിലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെ റിക്കവർ ചെയ്യുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏതവസ്ഥയിലും, എത്ര ഡള്ളാണെങ്കിലും ശരി, എത്ര തകർന്നിരിക്കുന്ന അവസ്ഥയിലാണെങ്കിലും ശരി, നിങ്ങൾക്ക് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ കുതിച്ചുയർന്ന് വിജയത്തിന്റെ കൊടുമുടികൾ കീഴടക്കാൻ കഴിയും. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്, 5 സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ മൈൻഡ്. സ്റ്റേജ് നമ്പർ 1, ഡിസ്റ്റർബ്ഡ് മൈൻഡ്. ഇതൊരു മനുഷ്യന്റെ മനസ്സിന്റെ ഏറ്റവും താഴേക്കിടയിലുള്ള ഒരു മൈൻഡ്. താഴേക്കിടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്തായിരിക്കും അയാളുടെ മെന്റൽ പവർ ഏറ്റവും വീക്ക് ആയിട്ടുണ്ടാകുക, എനർജി വളരെ ലോ ആയിരിക്കും, എല്ലാം ഒരു ഹോപ്പ്ലെസ് ആയിരിക്കും. അതായത് പ്രതീക്ഷ എന്ന് പറയുന്നത് ഉണ്ടാവില്ല, കംപ്ലീറ്റ് ഡിസ്റ്റർബ്ഡ് ആണ്. ഡിസ്റ്റർബ്ഡ് എന്ന് പറഞ്ഞാൽ എവിടെ നിന്നും ഒരു പ്രതീക്ഷയുടെ കണിക പോലും കാണാൻ പറ്റാതെ, റെസ്റ്റ്ലെസ് ആയിട്ട് എവിടെയും ഉറച്ചു നിൽക്കാതെ, സങ്കടങ്ങളിൽ നിന്ന് സങ്കടങ്ങളിലേക്കും, നിരാശയിൽ നിന്ന് കൂടുതൽ നിരാശയിലേക്കും, പരാജയബോധത്തിൽ നിന്ന് കൂടുതൽ പരാജയബോധത്തിലേക്കും ഇങ്ങനെ മൈൻഡ് ചാടി ചാടിപ്പോയി സങ്കടത്തിലേക്കും, ടെൻഷനിലേക്കും, നിരാശയിലേക്കും തന്നെ മൈൻഡ് കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ആത്മഹത്യ ചെയ്യാൻ തോന്നുന്ന, ഹൈലി ഡിപ്രസ്ഡ് ആയി പോകുന്ന ഒരു സ്റ്റേറ്റിനെയാണ് നമ്മൾ പറയുന്നത് ഡിസ്റ്റർബ്ഡ് മൈൻഡ്. ഇവിടെ ഹാപ്പിനെസ് ഈ മൈൻഡിന് കണ്ടെത്താൻ കഴിയില്ല, സന്തോഷം കണ്ടെത്താൻ കഴിയില്ല. ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള മൈൻഡ് ഒരിക്കലും തന്നെ ഒരു എൻകറേജ്മെന്റോ ഊർജ്ജസ്വലതയോ പ്രകടിപ്പിക്കുമില്ല. എല്ലാത്തിലും നെഗറ്റീവ് കാണുകയും ജീവിതം തന്നെ അവസാനിപ്പിച്ചാലോ എന്ന് തോന്നുന്ന ഒരു മാനസികാവസ്ഥയുടെ ലെവലാണ് ഡിസ്റ്റർബ്ഡ് മൈൻഡ്. സോ ഈ സ്റ്റേജ് 1 നിന്ന് നിങ്ങൾക്ക് എങ്ങനെ പുറത്തു കിടക്കും, ഡിസ്റ്റർബ്ഡ് മൈൻഡിൽ നിന്ന് എങ്ങനെ പുറത്തു കിടക്കാം? പ്രധാനമായിട്ടും ചെയ്യേണ്ടത് നമ്മുടെ സ്പിരിച്വലി നമ്മൾ സ്ട്രെങ്തൻ ചെയ്യുക, നമ്മുടെ മനസ്സിന്റെ ശാന്തതയും സമാധാനം കൊണ്ടുവരിക. മെഡിറ്റേഷൻ പോലുള്ള ആക്ടിവിറ്റി നന്നായിട്ട് ചെയ്തുകൊണ്ട്, കോൺസെൻട്രേഷൻ കൊണ്ടുവന്ന്, പ്രാർത്ഥന അല്ലെങ്കിൽ സ്പിരിച്വൽ ആക്ടിവിറ്റിയിലൂടെ നമ്മുടെ മൈൻഡിനെ ഹോപ്പ്ഫുൾനെസ്സിലേക്കും ഫോക്കസിലേക്കും കൊണ്ടുവന്ന് നിങ്ങൾക്ക് ഡിസ്റ്റർബ്ഡ് സിറ്റുവേഷൻ പുറത്തു കിടക്കും. അതിന് ഏറ്റവും നല്ലതാണ് പ്രാർത്ഥന അല്ലെങ്കിൽ മെഡിറ്റേഷൻ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ, മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത്തരം കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡിസ്റ്റർബ്ഡ് മൈൻഡിൽ നിന്ന് നിങ്ങളുടെ മൈൻഡിനെ ശക്തിപ്പെടുത്തി കൊണ്ടുവരാം. നമ്പർ 2, സ്റ്റേജ് നമ്പർ 2, ഡൾ, ലോ എനർജി അല്ലെങ്കിൽ ലേസി മൈൻഡ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തെക്കുറിച്ച് പ്രത്യേകിച്ച് കാഴ്ചപ്പാടുണ്ടാകില്ല, പ്രത്യേകിച്ച് പ്രതീക്ഷയും ഉണ്ടാവില്ല. ഡള്ളാണ്, ലേസിയാണ്. ഏതൊരു കാര്യം വളരെ സാവധാനമേ ചെയ്യും. 10 മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യം 2 മണിക്കൂർ എടുക്കും. ഒന്നിനും ഒരു ഊർജ്ജസ്വലത ഉണ്ടാവില്ല. അല്ലെങ്കിൽ എന്തിനാണ് ഞാൻ ജീവിക്കേണ്ടത്, എന്തിന് വിജയിക്കണം തുടങ്ങി അവരെ വിജയിക്കാനോ ജീവിക്കാനോ പ്രേരിപ്പിക്കുന്ന ഒരു ഫയർ അവർക്ക് എവിടെയും കണ്ടെത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അലസന്മാരായിരിക്കും, മടിയന്മാരായിരിക്കും. ഒരു ദിവസം പണിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച പണിക്ക് പോകാതിരിക്കുന്നവരായിരിക്കും. പണിക്ക് പോയി കഴിഞ്ഞാൽ ഇവരെ ആരും ഇഷ്ടപ്പെടില്ല. എന്നാൽ പ്രത്യേകിച്ച് വലിയ പ്രശ്നക്കാരൊന്നുമല്ല, എന്നാലും ഇവരെ ആരും ഇഷ്ടപ്പെടില്ല. ജീവിതത്തിൽ അവര് വിജയിക്കുക എന്ന് പറയുന്നത് അപൂർവമായിട്ട് മാത്രം സംഭവിക്കുകയാണ്, അല്ലെങ്കിൽ വിജയിക്കുക എന്ന് പറയുന്നത് അവർക്ക് അന്യമായിട്ടുള്ള കാര്യമാണ്. അതാണ് സ്റ്റേജ് നമ്പർ 2. നമ്പർ 2ൽ നിന്ന് അല്ലെങ്കിൽ ഡൾ മൈൻഡിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ പുറത്തു കിടക്കാം? ഇതിന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് വെറുതെ ഇരിക്കാതിരിക്കുക. നിങ്ങളുടെ മൈൻഡ് വെറുതെ ഇരിക്കാതിരിക്കുക. എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളിൽ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യുക. ഇഷ്ടപ്പെട്ട കാര്യം അല്ലെങ്കിൽ പോലും മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യം, ചെടി വെക്കലാവാം, അല്ലെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തലാകാം. അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ആക്റ്റീവായിരിക്കുന്നു എന്ന രീതിയിലേക്ക് നിങ്ങളുടെ മൈൻഡിനെ പതുക്കെ 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 ബിൽഡ് ചെയ്യുക. സന്തോഷം തരുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിലാണെങ്കിൽ പോലും നിങ്ങൾ എൻഗേജ്ഡ് ആക്കുക. ഫിസിക്കലായിട്ട് ഡെയിലി രാവിലെ 1 മണിക്കൂറൊക്കെ നടക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വഴി പതുക്കെ പതുക്കെ ഡൾ മൈൻഡിൽ നിന്ന് ഒരു ആക്റ്റീവ് മൈൻഡിലേക്ക് നമുക്ക് നമ്മളെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും. നമ്പർ 3, ഡിസ്ട്രാക്റ്റഡ് മൈൻഡാണ്. ഡിസ്ട്രാക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയിക്കണമെന്ന് ആഗ്രഹമുണ്ട്, കുറെ കാര്യങ്ങൾ ഊർജ്ജസ്വലമായിട്ട് ചെയ്യും. ഇവര് ഡിസ്റ്റർബ്ഡ് അല്ല, അതുപോലെ തന്നെ ഇവര് ഡള്ളും അല്ല, ഇവര് ആക്റ്റീവാണ്. എപ്പോഴും നല്ല ആക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യും, ഒരുപാട് വിജയിക്കണം എന്ന് ആഗ്രഹമുണ്ട്, നല്ല ഊർജ്ജസ്വലരായിട്ട് ഓടിച്ചാടി നടക്കുന്നവരാ. പക്ഷെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോക്കസ്ഡ് അല്ല. 1 മാസം ഒരു പണിയുടെ പുറകെ പോകും, അല്ലെങ്കിൽ 1 മാസം ഒരു കസ്റ്റമറുടെ പുറകെ പോകും, അല്ലെങ്കിൽ 1 മാസം ഒരു കാര്യത്തിന്റെ പുറകെ ആവേശത്തോടെ പോകും. 1 മാസം കഴിയുമ്പോൾ പിന്നെ അതിന് ഉള്ള ആ ഒരു ഇത് നിൽക്കും. അല്ലെങ്കിൽ മറ്റൊരാൾ പറയും, എന്താ ആ ബിസിനസ് കൊള്ളാം, അല്ലെങ്കിൽ ആ ഒരു കരിയറിലേക്ക് നീ ഫോക്കസ് ചെയ്തോ, അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്, ഈ മേഖലയായിരിക്കും നിനക്ക് കുറച്ചും കൂടെ വിജയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ പിന്നെ അതിന്റെ പുറകെ പോകും.
എന്നിട്ട് അവിടെ കുറേ കാലം പണിയെടുക്കും, ആക്റ്റീവായിട്ട് തന്നെയാണ് പണിയെടുക്കുക. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എന്തോ പെട്ടെന്ന് റിസൾട്ട് കിട്ടാതാവുമ്പോൾ തിരിച്ചു വരും. എന്നിട്ട് വേറൊരാൾ അവിടെ മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ പറയുമ്പോൾ അവിടേക്ക് പോകും. അങ്ങനെ ഒന്നിൽ ഉറച്ചു നിൽക്കില്ല. ആക്റ്റീവാണ്, ക്ഷമയോടെ കൂടിയിട്ട് റിസൾട്ട് കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാനുള്ള ഒരു മടിയാണ് ഇവരുടെ പ്രശ്നം. നിങ്ങളെ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് പുറത്ത് കിടക്കാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാര്യം ഫിക്സ് ചെയ്യുക. എളുപ്പത്തിൽ റിസൾട്ട് കിട്ടുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് ആ റിസൾട്ട് കിട്ടുന്നത് വരെ അത് ക്ഷമയോടെ, അതിന് വലിയ എഫേർട്ട് വേണ്ടി വരില്ല. ക്ഷമയോടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ആ റിസൾട്ട് കിട്ടുമ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരും. യെസ്, ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ റിസൾട്ട് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളൊരു വലിയൊരു ഗോളാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ പോലും അതിനെ ചെറിയ 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 സ്ലൈസുകളായിട്ട് കട്ട് ചെയ്യുക. ചെറിയ ചെറിയ പീസുകളായി, സ്റ്റേജുകളായിട്ട് കട്ട് ചെയ്തിട്ട് നിങ്ങൾ തൊട്ടടുത്ത് വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന ആ ലക്ഷ്യത്തിന്റെ അടുത്ത സ്റ്റേജിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുകയും ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുക. ആ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾ അത് സെലിബ്രേറ്റ് ചെയ്യുക. എന്നിട്ട് അതിന്റെ തന്നെ സെക്കൻഡ് സ്റ്റേജിലേക്ക് മെല്ലെ പോവുക. അങ്ങനെ ഓരോ സ്റ്റെപ്പും നിരന്തരമായിട്ട് ഒന്നിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകുകയും ഓരോ സ്റ്റേജ് എത്തുമ്പോഴും നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യാം. അതാണ് നമ്പർ 3. ഈ 3 സ്റ്റേജും നമ്മൾ ഇംപ്രൂവ് ചെയ്യേണ്ട സ്റ്റേജാണ്. ഈ 3 സ്റ്റേജും നമ്മൾ അവിടെ തന്നെ നിൽക്കാൻ പാടില്ല. അതിൽ നിന്ന് പുറത്ത് കടന്ന് അടുത്ത 2 ലെവൽ സ്റ്റേജിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ മാത്രമാണ് നമ്മുടെ വിജയത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുക. സ്റ്റേജ് നമ്പർ 4, ഫോക്കസ്ഡ് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ചുറ്റും നടക്കും, ഒരുപാട് ആളുകൾ മറ്റു പലതിലേക്കും വിളിക്കും. പക്ഷേ ഒന്നിൽ തന്നെ ഫോക്കസ് ചെയ്ത് ഒന്നിനു വേണ്ടി തന്നെ ഫോക്കസ് ചെയ്ത് പണിയെടുക്കുന്നതിനെയാണ് നമ്മൾ ഫോക്കസ്ഡ് മൈൻഡ് എന്ന് പറയുക. ഇവർ ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കില്ല, മറ്റുള്ളവർ അവിടെ നിന്നും ഇവിടെ നിന്നും വിളിക്കുന്ന പ്രലോഭനങ്ങൾ വീഴില്ല. പക്ഷേ ഇവരുടെ മൈൻഡിന്റെ പവർ ചിലപ്പോൾ കുറവായിരിക്കും. ചിലപ്പോൾ ഇമോഷണലി ഇവർ വർക്ക് ചെയ്യുന്നതിന്റെ സ്പീഡ് കുറഞ്ഞേക്കാം. ഡിസ്ട്രാക്റ്റഡ് ആവില്ല, പക്ഷെ സ്പീഡ് കുറഞ്ഞേക്കാം. ചില ഇമോഷണൽ സെറ്റ് ബാക്സ് ഒക്കെ വരുമ്പോൾ ഇവർ ഒന്ന് ഇരുന്നേക്കാം, അല്ലെങ്കിൽ നല്ല സാഹചര്യം വരുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കുക, എല്ലാം ചെയ്തേക്കാം. പക്ഷേ ഇവരൊരിക്കലും തന്നെ പിന്തിരിയാനുള്ള സാധ്യത കുറവായിരിക്കും. അതിനെയാണ് പറയുന്നത് ഫോക്കസ്ഡ് മൈൻഡ്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഈ സ്റ്റേജിൽ ഫോക്കസ് ആണ് ഒരു നല്ല ലെവലാണ്, കൂടുതലൊന്നുമില്ല. മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്ത് ഇമോഷൻ ബാലൻസ് ചെയ്താൽ മതി. അപ്പൊ ആ ഇമോഷൻ ബാലൻസ് കൂടെ ചെയ്താൽ, ഫോക്കസ്ഡ് മൈൻഡ് ഇമോഷൻ ബാലൻസ് ചെയ്ത് ഇമോഷനെ മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 5ാമത്തെ സ്റ്റേജിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ പറ്റും. അതാണ് മാസ്റ്റേർഡ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ പീക്ക് ഉന്നത വിജയത്തിലേക്ക് അയാൾ എത്തിച്ചേരുന്ന ഏറ്റവും ഉന്നതമായ തലമാണ് മാസ്റ്റേർഡ് മൈൻഡ്. മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ ഇമോഷന് മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, വികാരത്തെ മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ മൈൻഡിനെ ഉപയോഗിച്ച് എത്ര വലിയ വിജയത്തിലേക്ക് നമുക്ക് എത്താനും എത്ര വലിയ സന്തോഷത്തെ നമുക്ക് ആകർഷിക്കാനും ആഘോഷിക്കാനും കഴിയുന്ന രീതിയിലേക്ക് നമ്മുടെ മൈൻഡിനെ എത്തിച്ചേരാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ 5 സ്റ്റേജിനെ കുറിച്ച് അറിഞ്ഞിരിക്കാനും ഈ 5 സ്റ്റേജിൽ നിന്നും പതുക്കെ ഏതൊക്കെ സ്റ്റെപ്പുകൾ എടുത്തിട്ട് നമുക്ക് മാസ്റ്റേർഡ് മൈൻഡ് എന്ന് പറയുന്ന സ്വന്തം ജീവിതത്തിന്റെ മുതലാളിയാവാൻ, സ്വന്തം ജീവിതത്തിന്റെ ക്രിയേറ്റർ ആവാൻ കഴിയുന്ന തലത്തിലേക്ക് നമ്മൾ ഉയർത്തിയെടുക്കാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. എനിക്ക് അടുത്തൊരു ചോദ്യം ചോദിക്കാനുള്ളത്, നിങ്ങളൊരു ബിസിനസ്സുകാരനാണോ? നിങ്ങളുടെ ബിസിനസ് ചെയ്യാനുള്ള ഡെയിലി ചാലഞ്ചസുകൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കണം. പല രീതിയിലുള്ള ചലഞ്ച്, മാർക്കറ്റ് മാറിക്കൊണ്ടിരിക്കുന്നു, ബിസിനസ്സുകൾ വെല്ലുവിളി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, ടീം നന്നായിട്ട് നിൽക്കുന്നില്ല. ഇങ്ങനെ ഒരു ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ബിസിനസ്സുകാരൻ എന്ന രീതിയിൽ നിരന്തരമായിട്ട് അയാളുടെ കഴിവുകളെ നെർച്ചർ ചെയ്ത് ബിൽഡ് ചെയ്ത് സക്സസ്ഫുൾ ആക്കിക്കൊണ്ടിരിക്കേണ്ടി വരും. നിരന്തരമായിട്ട്, ഒരിക്കലും 2 തവണയല്ല, നിരന്തരമായിട്ട് കാരണം ഡെയിലി ചാലഞ്ചസുകൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു ബിസിനസ്സുകാരൻ ഏറ്റവും വേണ്ടത് എന്താണ്? 1 കഴിവാണ്, 2 എനർജിയാണ്. ടീമിനെ മാനേജ് ചെയ്യാനുള്ള കഴിവ്, ബിസിനസിന്റെ സാധ്യത കണ്ടെത്താനുള്ള കഴിവ്, ബിസിനസ്സിനെ കൂടുതൽ ജാഗ്രതയോടുകൂടി ഫോക്കസോടുകൂടി കൂടുതൽ ഉയരത്തിലേക്ക് കൊണ്ടുപോകാനുള്ള കഴിവ്, അതോടൊപ്പം തന്നെ അതിനെ കൊണ്ടുപോകാനും രാവിലെ ചാടി എഴുന്നേറ്റ് വിജയത്തിലേക്ക് കുതിക്കാനുള്ള ഹൈ എനർജി. ഇത് 2ഉം എല്ലാ ദിവസവും നമ്മളിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് നമ്മളൊരു സൂപ്പർ സക്സസ്ഫുൾ ആകുക. അങ്ങനെ നിങ്ങളെ ഒരു സൂപ്പർ സക്സസ്ഫുൾ ആകാൻ സഹായിക്കുന്ന പരിശീലന പ്രോഗ്രാമാണ് 10x ട്രാൻസ്ഫോർമേഷൻ. എല്ലാ ദിവസവും രാവിലെ 4:30 മണിക്ക് ലൈവായിട്ട് സൂമിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിങ്ങളെ ട്രെയിൻ ചെയ്ത് നെർച്ചർ ചെയ്ത് ബിൽഡ് ചെയ്തെടുക്കാം. നിങ്ങൾ ഇന്ത്യയിലുള്ള ഒരാളാണെങ്കിൽ ഇന്ത്യൻ സമയം 4:30 മുതൽ 5:30 വരെ നിങ്ങൾക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാം. ഇനി GCC രാജ്യങ്ങളിലാണെങ്കിലോ വിദേശ രാജ്യങ്ങൾ, ഇപ്പൊ നമുക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ, US നിന്നും യൂറോപ്പിൽ നിന്നും അതുപോലെ തന്നെ ആഫ്രിക്കയിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും അടക്കം 100 കണക്കിന് ബിസിനസ്സുകാർ ഈ കോഴ്സിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും ഓൺലൈനിലൂടെ നിങ്ങൾക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാം. UAE സമയം
5:30 മുതൽ 6:30 വരെ GCC ബാച്ച് അവൈലബിൾ ആണ്. ഇനി അതല്ല, ഈ 2 ബാച്ചിൽ നിങ്ങൾക്ക് ലൈവായിട്ട് സൂമിലൂടെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, എന്നാൽ എനിക്ക് ഈ കോഴ്സിൽ അറ്റൻഡ് ചെയ്യണമെങ്കിൽ എല്ലാ ദിവസവും രാവിലെ ഫസ്റ്റ് ഇന്ത്യൻ ബാച്ചിന്റെ സമയം കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞാൽ ഇതേ കോഴ്സ് നിങ്ങൾക്ക് ഞങ്ങളുടെ ബെഞ്ചാലി ആപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലും വെബ്സൈറ്റ് പ്ലാറ്റ്ഫോമിലും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈ കോഴ്സ് റെക്കോർഡഡ് വേർഷൻ അറ്റൻഡ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫിനെ ഡെയിലി ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതൊരു ട്രെയിനിങ് പ്രോഗ്രാം മാത്രമല്ല, നിങ്ങളുടെ ഇമോഷനെ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡെയിലി മെഡിറ്റേഷൻ, ഡെയിലി അഫർമേഷൻ, അതുപോലെ തന്നെ ഡെയിലി ബിസിനസിനെ 100 ഇരട്ടി ഗ്രോത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് സഹായിക്കുന്ന രീതിയിലുള്ള ഹൈ പവർഫുൾ ആയിട്ടുള്ള നോളജുകളും സ്കിൽ ഡെവലപ്മെന്റും എല്ലാം ഒരു കമ്മ്യൂണിറ്റിയുടെ കൂടെ വളരെ സക്സസ്ഫുൾ ആയിട്ട് ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന 100ഓളം വരുന്ന കമ്മ്യൂണിറ്റിയുടെ കൂടെ എല്ലാ ദിവസവും രാവിലെ 4:30 മണിക്ക് എഴുന്നേറ്റിട്ട് നിങ്ങളുടെ ബിസിനസിനെയും നിങ്ങളുടെ മൈൻഡിനെയും സ്ട്രെങ്തൻ ചെയ്യാം. കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം. ഈ കോഴ്സിന്റെ പീരീഡ് എന്ന് പറയുന്നത് അടുത്ത ഡിസംബർ 31 വരെയാണ്. 2022 ഡിസംബർ 31 വരെ എല്ലാ ദിവസവും നീണ്ടു നിൽക്കുന്ന ഈ ഓൺട്രപ്രണേഴ്സിന് മാത്രമുള്ള ഡെയിലി മെന്ററിംഗ് ആൻഡ് കോച്ചിങ് പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. കൂടുതൽ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം, വാട്സപ്പ് മെസ്സേജ് അയക്കാം. കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. താങ്ക് യു. ദിസ് ഇസ് മീ കസാക് ബെൻജാലി. നമ്മുടെ ഓരോരോ ഘട്ടത്തിലും നടക്കുന്ന ട്രാൻസ്ഫോർമേഷൻ, മെഡിറ്റേഷൻ, അഫർമേഷൻ, ഈ വക കാര്യങ്ങളെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ബിസിനസ്സിൽ വളരെയധികം പുരോഗതി ഉണ്ടാക്കാൻ ഈ പ്രോഗ്രാം കൊണ്ട് സാധിക്കുന്നുണ്ട്. ചാരിതാർത്ഥ്യത്തോടുകൂടി പറയട്ടെ, നല്ലൊരു പ്രോഗ്രാമാണ്. നമുക്കിതിൽ വിജയിക്കാൻ സാധിക്കും. അതിനുള്ള എല്ലാവിധ പിന്തുണയും ബെഞ്ചാലി അക്കാഡമിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മളൊക്കെ ഓരോരുത്തരും ഓരോ രീതിയിലും ട്രാൻസ്ഫോം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കോഴ്സിനെ കുറിച്ച് ഞാൻ പ്രതീക്ഷിച്ചതിനും അപ്പുറം, അതായത് കഴിഞ്ഞ 1-ാം തീയതി 4 മണിക്ക് എണീക്കുന്നത് മുതൽ എൻ്റെ ജീവിതം ആ ഒരു രീതിയിൽ, എൻ്റെ ബിസിനസ് ആണെങ്കിലും ഫാമിലി ലൈഫ് ആണെങ്കിലും എല്ലാ രീതിയിലും എനിക്ക് വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. ഇന്നും നമ്മൾ ഓരോ ദിവസം നമ്മൾ പ്രതീക്ഷിച്ചതിലും അപ്പുറം നമ്മൾ ക്ലോസ് ചെയ്യാൻ പറ്റാത്ത പല ബിസിനസ്സുകൾ, അതുപോലെ തന്നെ നമുക്ക് മുൻകാല ഒരു 6-7 മാസം മുന്നേ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് കൈവിട്ടു പോയ ബിസിനസ്സുകൾ നമ്മൾ എത്തിപ്പെടാൻ പറ്റും എന്ന് വിചാരിക്കുന്നതിലും അപ്പുറമുള്ള ബിസിനസ്സുകളുടെ ഡിസ്കഷൻ വരെ നമ്മുടെ കയ്യിൽ എത്തുന്ന രീതിയിൽ ഇതൊരു ഒരു മാജിക്കായിട്ട് തന്നെ നമുക്ക് തോന്നുന്നു. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും ഞങ്ങളുടെ കമ്പനികൾക്കും ഒരുപാട് നേട്ടങ്ങൾ അതിനെക്കുറിച്ചുണ്ടായിട്ടുണ്ട്. അതിനുശേഷം എൻ്റെ കമ്പനിയിലുള്ള 3 പേരെ എൻ്റെ സ്വന്തം റിസ്കിൽ ഞാൻ കമ്പനിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നസീർ ഭായ്, ആഷിഖ് ഭായ്, ഹക്കീം. കാരണം എത്രത്തോളം ഈ ക്ലാസ് കേട്ടാൽ കമ്പനിക്കും സ്വന്തം ജീവിതത്തിലും മാറ്റം വരുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുള്ളതുകൊണ്ടാണ് അവരെ ഞാൻ കമ്പനിയുടെ ചെലവിൽ ഈ കോഴ്സിൽ ചേർത്തിട്ടുള്ളത്. ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ അത്രയ്ക്കും ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ ഈ കോഴ്സിൽ അറ്റൻഡ് ചെയ്തതിന് ശേഷം ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളാണ് വന്നേക്കുന്നത്. നമ്മൾ ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് രാവിലെ എണീക്കുക എന്ന് തന്നെയായിരുന്നു. മോർണിംഗിൽ ഒരു 4 മണിക്ക് എഴുന്നേറ്റ് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത് പിന്നെ നമ്മുടെ ഫിസിക്കൽ പ്രോഗ്രാംസും ഒക്കെ ചെയ്ത് വരുമ്പോൾ ഒരു ഇഷ്ടം പോലെ സമയമാണ് ഇതിലേക്ക്. പിന്നെ അതിനുശേഷം സ്വഭാവത്തിലാണെങ്കിലും ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ദേഷ്യം ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു, ഇപ്പോൾ ദേഷ്യവും അങ്ങനെയുള്ള ഇതൊന്നുമില്ല. ഫാമിലിയായിട്ട് ഒരുപാട് അറ്റാച്ച്മെൻ്റായി. തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ നമുക്കൊക്കെ അറിയാം എന്നൊരു ചിന്തയുണ്ടായിരുന്നു. ഈ ഒരു ട്രെയിനിങ്ങിൽ വന്നതിന് ശേഷമാണ് നമുക്ക് അറിയാത്തതായിട്ടാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ എന്ന് മനസ്സിലായിട്ടുള്ളത്. വളരെ സന്തോഷമുണ്ട്. കാരണം ഇതുപോലുള്ളൊരു അവസരം കിട്ടിയിട്ട് ഉപയോഗിക്കാൻ സാധിച്ചത് ഏറ്റവും വലിയ ദൈവം എനിക്ക് തന്നിട്ടുള്ള വലിയൊരു അംഗീകാരമായിട്ട് ഞാൻ കരുതുകയാണ്. കാരണം ഇത്രയും വലിയൊരു ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ വലിയ നഷ്ടം തന്നെയാണ്.